നമസ്കാരം. യുദ്ധം കനക്കുന്നതിനിടെ കുവൈറ്റിൽ തകർന്ന US-ന്റെ 3 F-15 യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടത് കുവൈറ്റ് തന്നെയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. കുവൈറ്റ് സൈന്യത്തിന് പറ്റിയ അബദ്ധത്തിലാണ് വിമാനങ്ങൾ തകർത്തതെന്നായിരുന്നു US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. പൈലറ്റ്മാർ സുരക്ഷിതരായി താഴെ ഇറങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ ചില രസകരമായ സംഭവങ്ങളുമുണ്ടായി. കുവൈറ്റിൽ വെച്ച് വെടിവെച്ചിടപ്പെട്ട F-15 യുദ്ധവിമാനങ്ങളിൽ നിന്ന് പാരച്യൂട്ടിൽ താഴെ ഇറങ്ങിയ അമേരിക്കൻ പൈലറ്റിനെ നാട്ടുകാർ പൈപ്പുമായി എത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു സംഘം പുരുഷന്മാർ പൈലറ്റിനെ വളയുന്നതും അലറുന്നതും കാണാം. ഇതിലൊരാൾ കയ്യിൽ ഒരു ഇരുമ്പ് പൈപ്പ് കരുതിയിരുന്നു. ഈ സംഘം അടുത്തേക്ക് വരുമ്പോൾ പൈലറ്റ് പുറകോട്ട് മാറി നിൽക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്നതും കേൾക്കാം. പൈലറ്റ് ഇറാനിയൻ സൈനികനാണെന്ന് കരുതിയായിരുന്നു ഇവർ ഇത്തരത്തിൽ പെരുമാറിയതെന്നാണ് സൂചന. ഒടുവിൽ താൻ അമേരിക്കക്കാരനാണെന്ന് പൈലറ്റ് വ്യക്തമാക്കിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടായത്. പൈലറ്റ് അമേരിക്കക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നാട്ടുകാർ അവിടെ നിന്ന് പിന്മാറി. തിങ്കളാഴ്ച കുവൈറ്റിന് മുകളിൽ വെച്ച് അബദ്ധത്തിൽ വെടിവെച്ചിടപ്പെട്ട 3 US വിമാനങ്ങളിൽ ഒന്നിലായിരുന്നു ഈ പൈലറ്റ് ഉണ്ടായിരുന്നത്. ഏകദേശം $90 ദശലക്ഷം വില മതിക്കുന്ന വിമാനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. 3 യുദ്ധവിമാനത്തിലുമായി ഉണ്ടായിരുന്ന 6 ജീവനക്കാരും സുരക്ഷിതരായി പുറത്തു കടന്നതായും അവരെ വീണ്ടെടുത്ത് ആരോഗ്യ പരിശോധനയ്ക്കായി ആശുപത്രികളിലേക്ക് മാറ്റിയതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു. സംഭവത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് അമേരിക്കയുമായി ഏകോപനം നടത്തുന്നുണ്ടെന്നും അന്വേഷണം നടത്തുമെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: ഇന്ന് രാവിലെ ഏതാനും US യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു. അധികൃതർ ഉടൻ തന്നെ തിരച്ചിലിന് രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പൈലറ്റ്മാരെ ഒഴിപ്പിക്കുകയും വൈദ്യപരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നായിരുന്നു. അതേസമയം വൈറലായ ആ വീഡിയോയ്ക്ക് പിന്നാലെ കുവൈറ്റിലെ നാട്ടുകാരും മറ്റൊരു പൈലറ്റും തമ്മിലുള്ള സൗഹൃദപരമായ ഇടപെടലിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. അബദ്ധത്തിൽ വെടിവെച്ചിടപ്പെട്ട വിമാനത്തിൽ നിന്ന് നിമിഷങ്ങൾക്ക് മുൻപ് പാരച്യൂട്ടിൽ രക്ഷപ്പെട്ട ഒരു വനിതാ പൈലറ്റ് നാട്ടുകാർക്കിടയിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ദൃശ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തി പൈലറ്റിനോട് ചോദിക്കുന്നത് കേൾക്കാം. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ സുരക്ഷിതയാണ്, എല്ലാം ഓക്കെയല്ലേ, ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി എന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞു. പാരച്യൂട്ടിൽ വിജയകരമായി താഴെ ഇറങ്ങിയ 3ാമത്തെ പൈലറ്റ് നടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 4ആയി ഉയർന്നുവെന്നും പെന്റഗൺ തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. ഇറാനിയൻ സേനയുമായിട്ടുള്ള പോരാട്ടത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടതായി തൊട്ട് തലേ ദിവസം ഭരണകൂടം സ്ഥിരീകരിച്ചിരുന്നു. ഇറാനുമായിട്ടുള്ള യുദ്ധം അടുത്ത 4 ആഴ്ച കൂടി നീണ്ടു നിന്നേക്കാമെന്ന് ഞായറാഴ്ച ഡെയിലി മെയിലിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയായിരുന്നു മരണസംഖ്യ സ്ഥിരീകരിക്കപ്പെട്ടതും. അതൊരു വലിയ രാജ്യമാണ്, അതുകൊണ്ട് 4 ആഴ്ചയോ അതിൽ കുറവോ സമയം എടുത്തേക്കാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ കണക്കാക്കിയ സമയപരിധിയേക്കാൾ കൂടുതൽ കാലം മുന്നോട്ട് പോകാനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ വാരാന്ത്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ മിസൈൽ വർഷത്തെ തുടർന്ന് മേഖല പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാണ്. ശനിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രയേലിനും അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ലോകത്തെ എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ ഇറാനും സഖ്യകക്ഷികൾ ആഞ്ഞടിച്ചു. അതേസമയം ഖത്തറിൽ മൊസാദ് സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി യാതൊരു വിവരവുമില്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഖത്തറിലും സൗദി അറേബ്യയിലും മൊസാദുമായി ബന്ധമുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായി അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ടക്കർ കാൽസൺ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഖത്തർ ഇങ്ങനെയൊരു ഔദ്യോഗിക വിശദീകരണം നൽകിയത്.